ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിട്ട് ബീഹാറിലേക്ക് പോകുന്നു. സംസ്ഥാന സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടിയിരുന്ന ഗവർണർക്ക് യാത്രയയപ്പ് നൽകുന്നില്ല സംസ്ഥാന സർക്കാർ. പകരം ആയുരാരോഗ്യവും നല്ല ബുദ്ധിയും നേരുന്നു. NDA ഭരിക്കുന്ന സംസ്ഥാനമായതിനാൽ ബീഹാറിൽ ആരിഫ് മുഹമ്മദ് ഖാന് കേരളത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനിടയില്ല. BJP സഖ്യകക്ഷിയായ JDU ഭരണമുള്ള സംസ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ഒരു ഗവർണർക്ക് എന്ത് റോളായിരിക്കും ആവോ? ഗോവയിലെ മുൻ BJP മന്ത്രി കൂടിയായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് പുതിയ കേരള ഗവർണർ. സംസ്ഥാന സർക്കാർ ഗവർണർ പോരിന് ശമനമാകുമോ അതോ തുടരുമോ? ഇവരുടെ തമ്മിൽ തല്ലിൽ നാഥനില്ലാ കളരികളായി മാറിയ നമ്മുടെ സർവകലാശാലകളുടെ അവസ്ഥ മെച്ചപ്പെടുമോ ഇല്ലയോ? എല്ലാം കണ്ടറിയണം. വിവാദങ്ങൾക്കും തെരുവിലേക്കെത്തിയ പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ പടിയിറക്കം. ആ ധൂമകേതു ഒഴിഞ്ഞുപോയി. അതിന് കാരണക്കാരനായ രമേശൻ നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. പടിയിറങ്ങുന്നു വീണ്ടും പടിയിറങ്ങുന്നു, മഴയൊതുക്കുകൾ പിന്നിടുന്നു, വെയിൽ വരമ്പുകൾ പിന്നിടുന്നു, നേടിയോരോർമകൾ പിന്നിടുന്നു, പടിയിറങ്ങുന്നു. എന്തായാലും അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും നല്ല ബുദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അവൻ ഇച്ചിരി ബഹുമാനം കൂടിയിട്ടുണ്ടല്ലേടാ? എനിക്ക് അവന്മാർ സാറിന് താങ്ങിയത് പോലെ തോന്നിയത് അല്ല, ബഹുമാനം കൂടിയിട്ടുണ്ട്. എങ്കിൽ കൂടി കാണും. ഭരണഘടനാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് പകരം ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളാണ് ഗവർണർ സ്വീകരിച്ചത്. കഴിഞ്ഞ 5 വർഷവും CPM-നും പിണറായി വിജയനും പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടതായിട്ട് വന്നു. അതിനുള്ള ജാള്യതയാണ് ഗോവിന്ദൻ ഇപ്പോൾ ഉള്ളത്. ഇവിടെ കാട്ടിയതുപോലെ തന്നെ അദ്ദേഹം ബീഹാറിലും അദ്ദേഹത്തിൻ്റെ പ്രത്യേക കഴിവുകൾ ഉപയോഗിക്കുമെന്നും ആശിക്കുന്നു. ഒരു പ്രത്യേക സ്വഭാവ നിയമസഭ പാസാക്കിയിട്ടുള്ള ബില്ലുകൾ അനന്തമായി ഗവർണറുടെ ഓഫീസിൽ തടഞ്ഞു വെക്കുക, പെടക്കോഴി മുട്ടടാത്തതിന് പൂവൻകോഴിനെ വെള്ളത്തിൽ മുക്കി കൊല്ലുക, ജനാധിപത്യപരമായി ഭരണഘടനാപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ക്രിമിനലുകൾ എന്ന് വിളിക്കുക, അണ്ണാനെ മരത്തിന്റെ മുകളിൽ എറിഞ്ഞു വീഴ്ത്തി ചുട്ടു തിന്നുക, സ്വന്തം നിലയിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുക, തേനീച്ചക്കൂടിന്റെ മുന്നിൽ തേൻ വിൽക്കപ്പെടുന്ന ബോർഡ് വെച്ചിട്ട് തേനീച്ചകളെ മാനസികമായി പീഡിപ്പിക്കുക, BJP ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന ആൾക്കാരെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും നോമിനേറ്റ് ചെയ്യും. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇതോടെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.